ഭഗവാൻ വിഷ്ണുവിനെപ്പോലും ശപിച്ച ഒരു സ്ത്രീയുടെ കണ്ണീരിൽ നിന്നാണ് മുറ്റത്തെ ഈ തുളസി ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയാമോ? പ്രണയവും ചതിയും ഒടുവിൽ ദൈവികമായ വരദാനവും ചേർന്ന ആ അവിശ്വസനീയമായ കഥ നമുക്കൊന്നു നോക്കാം. പണ്ട് ജലന്ധരൻ എന്ന ശക്തനായ അസുരരാജാവിന്റെ പത്നിയായിരുന്നു വൃന്ദ. വിഷ്ണുവിന്റെ വലിയൊരു ഭക്തയായിരുന്നു അവൾ. അവളുടെ പാതിവ്രത്യത്തിന്റെ കരുത്തുകൊണ്ട് ജലന്ധരനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. ദേവന്മാർക്കുപോലും അവൻ ഒരു പേടിസ്വപ്നമായി മാറി. ഒടുവിൽ ലോകരക്ഷയ്ക്കായി വിഷ്ണുവിന് ഒരു വേഷപ്രച്ഛന്നനായി വരേണ്ടിവന്നു. ജലന്ധരന്റെ രൂപത്തിൽ വിഷ്ണു വൃന്ദയുടെ മുന്നിലെത്തി. തന്റെ ഭർത്താവാണെന്ന് കരുതി വൃന്ദ അദ്ദേഹത്തെ സ്വീകരിച്ച നിമിഷം അവളുടെ പാതിവ്രത്യത്തിന് ഭംഗം വന്നു. ആ നിമിഷം തന്നെ യുദ്ധഭൂമിയിൽ വെച്ച് ശിവൻ ജലന്ധരനെ വധിച്ചു. സത്യം മനസ്സിലാക്കിയ വൃന്ദ തകർന്നുപോയി. തന്നെ ചതിച്ച വിഷ്ണുവിനെ അവൾ ശപിച്ചു. ഹൃദയമില്ലാത്ത കല്ലിനെപ്പോലെ പെരുമാറിയ നിങ്ങൾ ഒരു കല്ലായി മാറട്ടെ എന്നായിരുന്നു ശാപം. ഭക്തയുടെ ശാപം വിഷ്ണു സ്വീകരിച്ചു. അദ്ദേഹം ശാലഗ്രാമം എന്ന ശിലയായി മാറി. എന്നാൽ ഒരു ഭക്തയുടെ ശാപം ഏറ്റുവാങ്ങുമ്പോഴും തന്റെ തെറ്റിൽ വിഷ്ണുവിന് ഖേദമുണ്ടായിരുന്നു. ശിലയായി മാറുന്നതിനു മുൻപ് വിഷ്ണു തന്റെ ദിവ്യരൂപത്തിൽ വൃന്ദയ്ക്ക് ദർശനം നൽകി. അവളുടെ ഭക്തിയെയും ത്യാഗത്തെയും അദ്ദേഹം അഭിനന്ദിച്ചു. ശാലഗ്രാമമായി താൻ ഭൂമിയിലിരിക്കുമ്പോൾ തന്റെ കൂടെ എപ്പോഴും വൃന്ദയുണ്ടാകണമെന്നായിരുന്നു വിഷ്ണുവിന്റെ ആഗ്രഹം. അങ്ങനെ വിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ വൃന്ദയുടെ ചിതയിൽ നിന്ന് മനോഹരമായ ഒരു ചെടി മുളച്ചുവന്നു. അതായിരുന്നു തുളസി. വിഷ്ണു ശാലഗ്രാമമായി പൂജിക്കപ്പെടുമ്പോൾ തുളസിയിലയില്ലാതെ ആ പൂജ പൂർണ്ണമാകില്ലെന്ന് അദ്ദേഹം അരുളിച്ചെയ്തു. അങ്ങനെ ശാപത്തിലൂടെ വിഷ്ണുശിലയായെങ്കിലും വരത്തിലൂടെ അദ്ദേഹം വൃന്ദയെ എന്നേക്കുമായി തന്റെ കൂടെ ചേർത്തു നിർത്തി. ഒരു സ്ത്രീയുടെ ആത്മസമർപ്പണത്തിന്റെ അടയാളമാണ് ഇന്നും നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഈ തുളസി. ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ പുരാണ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.